عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على نبيه الأمين محمد وآله وصحبه أجمعين والتابعين لهم بإحسان إلى يوم الدين. اتقوا الله عباد الله. മാന്യ മഹാജനങ്ങളെ, നാലാം മുജാഹിദ് സമ്മേളനത്തിന്റെ സമാപന യോഗത്തിലാണ് നാം ഇപ്പോഴുള്ളത്. ഏതാണ്ട് അരനൂറ്റാണ്ടുകൾക്കപ്പുറം സംഘടിതമായി പ്രവർത്തനങ്ങൾ ആരംഭിച്ച നദ്വത്തുൽ മുജാഹിദീൻ, അതിന്റെ പ്രവർത്തനങ്ങൾ സത്യത്തിൽ കേരളത്തിലുള്ള മുഴുവൻ ആളുകളും എന്ന് പറഞ്ഞാൽ തെറ്റുണ്ടാവില്ല, അറിഞ്ഞോ അറിയാതെയോ അംഗീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസരത്തിലാണ് നാം ഈ യോഗം ചേരുന്നത്. അന്ന് അഥവാ ഈ പ്രസ്ഥാനത്തിന്റെ സംഘടന നിലവിൽ വന്ന കാലത്ത് കേരളത്തിലുണ്ടായിരുന്ന ഇസ്ലാമിക അന്തരീക്ഷം എന്താണെന്ന് പറഞ്ഞെങ്കിലും കേട്ടവരായിരിക്കും നമ്മിൽ ഭൂരിഭാഗം ആളുകൾ. ഇസ്ലാം എന്നാൽ അള്ളാഹുവിന്റെ ഖുർആനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും അനുസരിച്ച് ജീവിക്കുക, അതനുസരിച്ച് പ്രവർത്തിക്കുക എന്ന് മനസ്സിലാക്കുന്നതിലുപരി ഇസ്ലാം എന്നാൽ പൈതൃകമായി ലഭിക്കുന്ന ഏതാനും വിശ്വാസങ്ങളാണെന്ന് മനസ്സിലാക്കിയിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇസ്ലാഹി പ്രസ്ഥാനം ഇവിടെ രൂപം കൊണ്ടത്. ഇസ്ലാഹ് എന്ന് പറഞ്ഞാൽ നന്നാക്കുക, അതതിന്റെ പ്രവർത്തനം, അതിന്റെ ആൾക്കാർ അതിന്റെ പ്രവർത്തനം തുടർന്നുകൊണ്ടേയിരുന്നു. ആദ്യകാലങ്ങളിൽ അതിനുണ്ടായിരുന്ന എതിർപ്പുകളും വിഷമങ്ങളും ക്ലേശങ്ങളും എത്രയാണെന്ന് വിവരിക്കാൻ കഴിയാത്ത വിധം ഇസ്ലാഹി പണ്ഡിതന്മാരെ കൊല ചെയ്യാൻ പോലും ശ്രമം നടത്തിയിരുന്ന കാലഘട്ടം. ആ കാലഘട്ടം ഇതാ നമ്മിലൂടെ കടന്നു പോകുമ്പോൾ ആശ്വാസത്തിന്റെ നെടുവീർപ്പിടാൻ നമുക്ക് അവകാശമുണ്ട്. കാരണം എന്തുമാത്രം ത്യാഗങ്ങൾ സഹിച്ചിരുന്നാലും വിഷമങ്ങൾ സഹിച്ചിരുന്നാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വാക്ക് നമ്മുടെ ഓരോ ആളുകളുടെയും മനസ്സുകളിൽ വിപ്ലവം സൃഷ്ടിക്കാൻ മതിയായതാണ്. നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലഅൻ യഹ്ദിയ ബിക റജുലുൻ ഖൈറുൽ ലക മിനദ് ദുനിയാ വമാ ഫീഹാ. നിന്നെ കൊണ്ട് ഒരു വ്യക്തി നന്നാവുക എന്നത്, ഹിദായത്താവുക എന്നത് നിനക്ക് ഈ ലോകവും ലോകത്തിലുള്ള മുഴുവനും കിട്ടുന്നതിനേക്കാൾ ഉത്തമമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ വാക്കുകൾ ഓർക്കുമ്പോൾ അന്ന് ഇസ്ലാഹി പ്രസ്ഥാനം സംഘടിപ്പിച്ച മഹാന്മാരായ കെ.എം. മൗലവി റഹിമഹുല്ലാ തുടങ്ങിയിട്ടുള്ള മഹാപണ്ഡിതന്മാരും ത്യാഗീവര്യന്മാരും സഹിച്ചിരുന്ന ആ പ്രയാസങ്ങൾക്ക് അവർക്കിപ്പോൾ പ്രതിഫലം ലഭിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. നമ്മുടെ പ്രവർത്തനവും അതേ മാർഗത്തിലൂടെയാണ് നീങ്ങുന്നത്. ആ പ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുന്നതിന്റെ പ്രതിഫലനം ഈ സമൂഹത്തിൽ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു കാലത്ത് ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഒരു ശൈഖിന്റെ മുരീദായില്ല എങ്കിൽ അവൻ യഥാർത്ഥ മുസ്ലിം ആവുകയില്ല എന്ന് ഈ സമൂഹം ധരിച്ചു വശാക്കിയിരുന്നു. മല്ലാലഹു ശൈഖുൻ വശൈഖുഹു ശൈത്താൻ. ഒരുവൻ ഒരു ശൈഖില്ല എങ്കിൽ അവന്റെ ശൈഖ് ശൈത്താനാണെന്ന് പറഞ്ഞ് ഏത് പച്ചയുടുത്തവനെയും ശൈഖാക്കി അവന്റെ തുപ്പുനീര് കുടിച്ച് നടന്നിരുന്ന ഈ സമൂഹത്തെ, അല്ല ഈ സമൂഹത്തിനെ നയിക്കുന്ന, അതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കേന്ദ്രത്തെ കൊണ്ടുപോലും ഇവിടെ വ്യാജ ശൈഖന്മാരും വ്യാജ ബീവിമാരും വ്യാജചാരങ്ങളും തുരുതുരാ പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മാജിക്കുകളും ഇന്ദ്രജാലങ്ങളും നടത്തി കറാമത്തുകളാക്കി കാണിച്ചുകൊണ്ട് ഈ സമൂഹത്തിനകത്ത് ഇസ്ലാമിന്റെ പുറത്തേക്ക് ക്ഷണിക്കുകയാണ് ഈ വിധ വ്യാജന്മാര് ചെയ്യുന്നതെന്ന് ഈ അതേ പ്രകാരമുള്ള വിശ്വാസത്തെ അനുകൂലിക്കുന്ന കേന്ദ്രങ്ങളിൽ നിന്ന് പോലും ഇന്ന് ഫത്വകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇസ്ലാഹി പ്രവർത്തകന്മാരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നമ്മുടെ അധ്വാനത്തിന്റെ ഫലം കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന് ആശ്വസിക്കാൻ വകയുണ്ട്. ഒരു കാലത്ത് ഷെയ്ഖിന്റെ മുമ്പിൽ നിന്ന് ലാഹിറിൽ മഅസിയത്തിന്റെ കോലത്തിൽ കണ്ടാലും അഥവാ
പ്രത്യക്ഷത്തിൽ പാപത്തിന്റെ കോലത്തിൽ കണ്ടിരുന്നാലും അതിന്റെ ബാത്തിൻ നമുക്കറിഞ്ഞുകൂടാത്തത് കൊണ്ടാണെന്നും ഷെയ്ഖ് അതിന്റെ ലാഹിറും ബാത്തിനും അറിയുന്നവരാണെന്നും മനസ്സിലാക്കി തന്നെ ഷെയ്ഖിന് അർപ്പിക്കണമെന്ന് മുരീദന്മാർക്ക് പുസ്തകം എഴുതി കൊടുത്തിരുന്ന ആളുകൾ, അങ്ങനെയുള്ള തരീഖത്തില്ല എങ്കിൽ മുസ്ലിങ്ങളാവുകയില്ല എന്ന് വാദിച്ചിരുന്ന ആളുകൾ, അതേ കേന്ദ്രങ്ങളിൽ നിന്ന് ഇന്ന് വ്യാജ ശൈഖന്മാര് നിറഞ്ഞിരിക്കുന്നു എന്ന് ഫത്വകൾ ഇറക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇസ്ലാഹി പ്രവർത്തകന്മാരുടെ പ്രവർത്തനത്തിന്റെ പ്രതിഫലമാണ്, അല്ലെങ്കിൽ അതിന്റെ പ്രതിഫലനമാണ് എന്ന് നമുക്ക് ആശ്വസിക്കാൻ വകയില്ലേ? സ്നേഹമുള്ള സഹോദരന്മാരെ, വ്യാജന്മാർ ഇന്നല്ല അന്നുമുണ്ടായിരുന്നു, അഥവാ എന്നുമുണ്ട് ഇവിടെ വ്യാജന്മാർ. അതായിരുന്നു ഇസ്ലാഹി നേതാക്കന്മാര് ചൂണ്ടിക്കാട്ടിയിരുന്നത്, ഇസ്ലാഹി പണ്ഡിതന്മാര് ചൂണ്ടിക്കാട്ടിയിരുന്നത്. പലപ്പോഴും ഇവിടെ പല ആളുകൾക്കും കാര്യങ്ങൾ മനസ്സിലാകാൻ ദശവർഷങ്ങൾ എടുക്കുന്നു എന്നതാണ് സത്യം. എന്നിട്ടും ഈ സമൂഹത്തോട് ഇപ്പോൾ പറയുന്നത് എന്താണെന്നറിയാമോ നിങ്ങള്? ഇവിടെ തങ്ങളും ബീവിയും ഔലിയായുമായി ചമഞ്ഞും പുതിയ മക്ബറകൾ ഉണ്ടാക്കിയും അനാചാരത്തിന്റെ വഴി തുറക്കുന്ന ഇസ്ലാമിനെ അവഹേളിക്കുന്ന പദ്ധതികളെ ഉന്മൂലനം ചെയ്യണമെന്നും ഔലിയാക്കളിലെ കതിരും പതിരും ജനസമക്ഷത്തിൽ തുറന്നു കാണിക്കണമെന്നും സമസ്തയുടെ മുശാവറ യോഗം ആഹ്വാനം ചെയ്തു. സാധാരണക്കാരനെ ഏൽപ്പിക്കുകയാണ് ഔലിയാക്കന്മാരുടെ കതിരും പതിരും വേർതിരിക്കണമെന്ന്. ഇവിടെയുള്ള അല്ലാലിമുൽ അല്ലാമകള് ഹൈദരാബാദിൽ നിന്നൊരു മനുഷ്യൻ ഇവിടെ വന്ന് ഷെയ്ഖാണെന്ന് പറഞ്ഞപ്പോൾ മുറബിയായ ഷെയ്ഖാണെന്ന് ഫത്വ നടത്തി. 15 വർഷം കഴിയുമ്പോഴാണ് ഇവിടുത്തെ അല്ലാലിമുൽ അല്ലാമകൾക്ക് മനസ്സിലാകുന്നത് വ്യാജ ഷെയ്ഖാണെന്ന്. അങ്ങനെ മഹാന്മാരെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പണ്ഡിതന്മാർക്ക് പോലും ഒരു വ്യാജ ശൈഖിനെ മനസ്സിലാക്കാൻ 15 വർഷം എടുക്കേണ്ടി വന്നുവെങ്കിൽ സാധാരണക്കാരൻ പെട്ടെന്നെങ്ങനെ ഈ ശൈഖിന്റെ കതിരും പതിരും മനസ്സിലാക്കുമെന്നതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തത്. അപ്പോഴെന്ത് വേണ്ടിവരും? സർവശക്തനായ അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ പോലെ നാം ഔലിയാക്കളെ മനസ്സിലാക്കുക. അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ. അല്ലാഹുവിന്റെ ഔലിയാക്കന്മാര് അവർ ഭയപ്പെടേണ്ടതില്ല, അവർ ദുഃഖിക്കേണ്ടതില്ല. അതാരാണത്? അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ. വിശ്വസിക്കുകയും അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുകയും ചെയ്യുന്ന ആളുകൾ, വിശ്വാസത്തിനനുസരിച്ച് അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകൾ, അതാണ് യഥാർത്ഥ ഔലിയാക്കന്മാർ. അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരതാണ് എന്ന് പറഞ്ഞാൽ ശറഇന്റെ ലാഹിറിനെതിരായി നടക്കുന്ന ഒരു നഗ്ന ശൈഖനെയും ശൈഖാനെന്ന് പറയാൻ പാടില്ല എന്നർത്ഥം. ഇവിടെ പല ജാതി ശൈഖന്മാരുണ്ട്. ഷെയ്ഖ് ഉരിയാൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. ഷെയ്ഖ് ഉരിയാൻ എന്ന് പറഞ്ഞാൽ തുണി കൊടുക്കാത്ത ഔലിയ എന്ന അതിന്റെ അർത്ഥം. ആ ഔലിയന്റെ ഖബറാണ് ഇവിടുത്തെ ബഹുമാനപ്പെട്ട അല്ലാലിമല്ലാമ പോയിട്ട് താജുൽ ഔലിയ എന്ന് പറഞ്ഞുകൊണ്ട് ജാറം ഉദ്ഘാടനം ചെയ്തത്. ഇപ്പോൾ പറയുന്നു അവര് തന്നെ ലാഹിറിനെതിരായി, ശറഇന്റെ ലാഹിറിനെതിരായി കാണുന്ന ആളുകളെ ഔലിയാക്കന്മാരാണെന്ന് ധരിച്ചു പോകരുതെന്ന്. മുണ്ടെടുക്കാത്ത ഒരാളെ സംബന്ധിച്ച് എന്ത് പറയണം? ശറഇന്റെ ലാഹിർ അനുസരിക്കുന്നവനോ അനുസരിക്കാത്തവനോ? റമളാനിൽ നോൽമനുഷ്ഠിക്കാത്ത ഒരാളെ സംബന്ധിച്ച് എന്ത് പറയണം? ശറഇന്റെ ലാഹിർ അനുസരിക്കുന്നവനെന്നോ അനുസരിക്കാത്തവനെന്നോ? സ്നേഹമുള്ള സഹോദരന്മാരെ, അങ്ങനെ കഴിഞ്ഞ കാലത്ത് കഴിഞ്ഞുപോയ ഇന്ന് മഹാന്മാരെന്ന് പറഞ്ഞ് ജാറം കെട്ടിയിട്ടുള്ള പല ജാറങ്ങളിലുമുള്ള ആളുകള് അരഭ്രാന്തന്മാരും മുഴുക്കിറുക്കന്മാരുമായിരുന്നു എന്ന് അവരുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ സമൂഹത്തോട്, ഇസ്ലാഹി പ്രവർത്തകന്മാരോട് എനിക്ക് പറയാനുള്ളത്, അള്ളാഹുവിന്റെ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും അനുസരിച്ച് ജീവിക്കുക എന്ന ഈ പ്രബോധനം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ആരംഭിച്ചതാണ്. അഥവാ ആ പ്രവാചകൻ നമ്മോട് പറഞ്ഞു തന്നതാണ്. ആ പ്രബോധനം തന്നെയാണ് നാം എന്നും തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മാറ്റേണ്ടി വരുന്നില്ല, തിരുത്തേണ്ടി വരുന്നില്ല, അതിനെ സംബന്ധിച്ച് വീണ്ടും ഗവേഷണം നടത്തേണ്ടി വരുന്നില്ല.
കാരണം അള്ളാഹുവിന്റെ ഖുർആൻ അത് മലിക്കുൽ ജബ്ബാറായ രക്ഷിതാവ് തന്റെ മലക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മുഖേന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഇറക്കി കൊടുത്തതാണ്. അതിന്റെ വാക്കുകളോ അക്ഷരങ്ങളോ ഒരു സൃഷ്ടിക്കും കൈകടത്തില്ലാത്തതാണ്. അതിന്റെ അക്ഷരങ്ങളും വാക്കുകളും ക്രമീകരണവും തന്നെ പടച്ച തമ്പുരാന്റേതാണ്. അതുകൊണ്ട് തന്നെ അത് ഈ സംശയത്തിനോ അല്ലെങ്കിൽ പ്രത്യേക ഗവേഷണത്തിനോ അഥവാ ഗവേഷണം എന്ന് പറഞ്ഞാൽ തിരുത്തലുകൾക്കോ ഇവിടെ ആവശ്യമില്ല. അതേ പ്രകാരം തന്നെ അള്ളാഹുവിൽ നിന്നും ലഭിക്കുന്ന സന്ദേശമനുസരിച്ച് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തന്ന കാട്ടിത്തന്ന അനുവാദം തന്ന മാർഗത്തിനാണ് സുന്നത്തെന്ന് പറയുന്നത്. അതിനും ഇവിടെ തിരുത്തലുകൾ ആവശ്യമില്ല. കാരണം കാലത്തിന്റെ ഗതിവിഗതികളെ സംബന്ധിച്ച് വ്യക്തമായും സൂക്ഷ്മമായും അറിയുന്ന മലിക്കുൽ ജബ്ബാറായ രക്ഷിതാവ്, ആ രക്ഷിതാവ് അറിയാത്ത, ഓർക്കാത്ത, മുൻകൂട്ടി അറിഞ്ഞിട്ടില്ലാത്ത, അവൻ കണക്കാക്കാത്ത ഒരു ചലനവും ഇവിടെ നടക്കുന്നില്ല എന്നതുകൊണ്ട് തന്നെ ആ റബ്ബിന്റെ വാക്കുകളോ ആ റബ്ബിൽ നിന്നുള്ള സന്ദേശമോ ഒരിക്കലും കാലത്തിന് യോജിക്കാത്ത സൃഷ്ടികൾ തിരുത്തേണ്ട ആവശ്യമുണ്ടാവുകയില്ല. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഖുർആനും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും ആ സുന്നത്തനുസരിച്ച് ജീവിക്കുക, അതാണ് ഒരു മുസ്ലിമിന്റെ ബാധ്യത. ഇന്ന് ഈ വ്യാജന്മാര് സംബന്ധിച്ച് പറയുന്ന ആളുകള് കുറച്ചുകൂടി പിന്നോട്ട് ചിന്തിച്ചാൽ ഇവിടെ ശറഇന്റെ ലാഹിറിനെയാണ് അപമാനിക്കുന്നതെങ്കിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലും ആ പ്രവാചകനോട് പോലും വെറുപ്പ് തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള വാക്കുകൾ ആ പ്രവാചകനെ സംബന്ധിച്ച് കെട്ടിയുണ്ടാക്കി നല്ലവരായ ആളുകളുടെ മേലിൽ വെച്ച് കെട്ടിയിരുന്നു എന്നത് നാം ഓർക്കേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റഹിമഹുല്ലാഹയെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞതാണെന്ന് പറയുന്ന അവർ ചെന്ന ബൈത്തിൽ പറയുന്നത് മുഹയ്യിദ്ദീൻ ശൈഖ് പറഞ്ഞു അത്രേ, വലൗലാ റസൂലുള്ളാഹി ബിൽഅഹ്ദി സാബിഖാ ലഅഗ്ലഖ്തു അബ്വാബൽ ജഹീമി ബിഅൽമതി. അല്ലാഹുവിന്റെ റസൂല് അന്ന് കഴിഞ്ഞു പോയില്ലായിരുന്നുവെങ്കിൽ എന്റെ മഹത്വം കൊണ്ട്, അഥവാ അള്ളാഹുവിന്റെ റസൂല് എന്റെ മുമ്പ് വരികയും സ്വർഗവും നരകവും ഉണ്ടെന്ന് ഇവിടെ പറയുകയും ജനങ്ങളെ നരകം കൊണ്ട് താക്കീത് നൽകുകയും ചെയ്തില്ലായിരുന്നുവെങ്കിൽ എന്റെ മഹത്വം കൊണ്ട് ഞാൻ ആ ജഹന്നമിന്റെ വാതിൽ തന്നെ അടച്ചു കളയുമായിരുന്നു എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഹയ്യിദ്ദീൻ ശൈഖിന്റെ മുമ്പ് വന്ന് ഈ അപകടം ചെയ്തു പോയതല്ലായിരുന്നുവെങ്കിൽ, ഈ കാര്യങ്ങൾ പറഞ്ഞു പോയതല്ലായിരുന്നുവെങ്കിൽ ഞങ്ങളാരും നരകത്തിന് അവകാശികളാകുമായിരുന്നില്ല എന്ന് ധരിക്കുകയും പ്രവാചകനോട് വെറുപ്പ് തോന്നിപ്പിക്കുകയും ചെയ്യുന്ന വിധത്തിലുള്ള വാക്കുകൾ മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി പറഞ്ഞു എന്ന് കച്ചുകെട്ടിയുണ്ടാക്കി ഈ സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്ന വ്യാജന്മാര്, അടിസ്ഥാന വ്യാജന്മാര് ഇതിന്റെ മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. ആ വ്യാജം ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇസ്ലാഹി പ്രവർത്തകന്മാർ ഇവിടെ വന്നുകൊണ്ട് പറയുന്നത് ഇതെല്ലാം വ്യാജമാണെന്ന്. യഥാർത്ഥമായ വിശ്വാസം അതല്ല എന്ന്. യഥാർത്ഥ വിശ്വാസം അല്ലാഹുവിന്റെ ഖുർആനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുമാണെന്ന്. അന്നവരെ കല്ലെറിഞ്ഞു, അന്നവരെ ദ്രോഹിച്ചു, അവരോട് നിസ്സഹകരിച്ചു. എന്തിനേറെ വിവാഹബന്ധം വേർപെടുത്തിച്ചു. മുജാഹിദാണ് വരനെങ്കിൽ തന്റെ മകളുമായുള്ള വിവാഹബന്ധം വേർപെടുത്തണമെന്ന് മുസ്ലിയാര് വയലു പറയുമ്പോൾ പിറ്റേ ദിവസം മുതൽക്ക് അതിനുള്ള ശ്രമം തുടങ്ങി. അങ്ങനെ വേർപെടുത്തിയ വിവാഹബന്ധങ്ങൾ എത്രയുണ്ട്. ഇന്നൊരു കാര്യമുള്ളത് എന്താന്ന് ചോദിച്ചാല്, പല മുജാഹിദ് വിരുദ്ധരെന്ന് പറയുന്ന ആളുകളും മക്കളെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് മുജാഹിദീങ്ങൾ ഉണ്ടോന്ന് അന്വേഷിക്കുന്നു. ആ പരുവത്തിലേക്ക് നാം പുരോഗമിച്ചു കഴിഞ്ഞു, നാം അറിയപ്പെട്ടു കഴിഞ്ഞു, നാം അംഗീകരിക്കപ്പെട്ടു കഴിഞ്ഞു. ഈ സമയത്ത് മുജാഹിദ് പ്രവർത്തകന്മാരോട് എനിക്ക് പറയാനുള്ളത്, ഇനി നമ്മുടെ പാത സുഗമമായിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്തില് നമ്മുടെ പ്രവർത്തനം വളരെ ശക്തമായി നാം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തിയുടെയും വിശ്വാസപരമായ ബാധ്യതയാണ് താൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ തന്റെ സഹോദരനെ മനസ്സിലാക്കുക, താൻ എത്തിയിരിക്കുന്ന യഥാർത്ഥ സത്യം തന്റെ സഹോദരനിൽ പ്രബോധനം ചെയ്യുക എന്നത്. അത്
സ്വീകരിക്കപ്പെടുന്നു എന്ന് കാണുമ്പോൾ നമുക്ക് സന്തോഷത്തോടുകൂടി മുന്നോട്ട് നീങ്ങാം. നാം പറഞ്ഞിരിക്കുന്ന അന്ന് എതിർക്കപ്പെട്ടിരുന്ന ഓരോ കാര്യങ്ങളും അംഗീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. സ്ത്രീകൾക്ക് എഴുത്ത് പഠിപ്പിക്കല്, സ്ത്രീകളുടെ കോളേജുകൾ സ്ഥാപിക്കല്, അതേപ്രകാരം ഖുർആൻ പരിഭാഷ, അല്ല അതെല്ലാം പറഞ്ഞ് അവസാനം വ്യാജജാറങ്ങൾ വരെയുണ്ടെന്ന് പറഞ്ഞ് ഈ കാര്യങ്ങളെല്ലാം അവർ അംഗീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ, നമ്മുടെ ശത്രുക്കൾ എന്ന് ധരിച്ചിരുന്ന ആളുകൾ അംഗീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരോട് സഹകരിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. എങ്ങനെ ഈ സമൂഹത്തിൽ അടിഞ്ഞുകൂടിയ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും പിടിതെറിയാൻ, സമൂഹത്തിന്റെ മനസ്സുകൾ ശുദ്ധീകരിക്കാൻ, ആ മനസ്സുകൾ ശുദ്ധീകരിച്ചാൽ അവിടെ അതുകൊണ്ട് മാത്രമേ സമൂഹത്തിന് ഫലമുണ്ടാവുകയുള്ളൂ, ഐക്യമുണ്ടാവുകയുള്ളൂ, ശക്തി ഉണ്ടാവുകയുള്ളൂ. അവന് മാത്രമേ ഈ ലോകത്തും പരലോകത്തും വിജയമുള്ളൂ. ആര് ആത്മാവിനെ പരിശുദ്ധമാക്കിയോ അവൻ വിജയിച്ചു, ആര് ആത്മാവിനെ മലിനപ്പെടുത്തിയോ അവൻ പരാജയപ്പെട്ടു എന്നാണ് പടച്ചതമ്പുരാൻ പറയുന്നത്. അതുകൊണ്ട് നാം നമ്മുടെ സഹോദരനോട് ഉപദേശിക്കുന്നതിൽ ഏതെല്ലാം വിധത്തിലാണ് ഉപദേശിക്കേണ്ടത് ആ വിധത്തിലെല്ലാം നിന്റെ രക്ഷിതാവിന്റെ മാർഗത്തിലേക്ക് യുക്തമായും സതുപദേശവും കൊണ്ട് നീ ജനങ്ങളെ ക്ഷണിക്കുക എന്ന് പറഞ്ഞു. അത് ഏതെങ്കിലും ഒരു വിഭാഗം ചെയ്യട്ടെ എന്ന് മനസ്സിലാക്കി നമുക്ക് മാറി നിന്നുകൂടാ. കാരണം നമ്മുടെ വ്യക്തിപരമായ വിശ്വാസപരമായ ബാധ്യതകളാണത്. ആ ബാധ്യതകൾ നിർവഹിക്കുന്നതിൽ ക്ഷീണം ബാധിക്കാതിരിക്കട്ടെ. എപ്പോഴും നാം ഊർജ്ജസ്വലതയോടുകൂടി ഏതുവരെ മരണം വരെ. കാരണം മരണമെന്നത് ഈ ജീവിതത്തിന്റെ അവസാനമാണ്. ഏത് മനുഷ്യനും മരിക്കും. എവിടെ വെച്ചാണെന്നോ എങ്ങനെയാണെന്നോ നമുക്ക് ഗ്യാരണ്ടിയില്ല. എവിടെ വെച്ചുമാകാം. നമ്മുടെ അവസാന ശ്വാസം വരെ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ജിഹാദ് ചെയ്തു എന്ന കൃതാർത്ഥതയെങ്കിലും നമുക്കുണ്ടാകും. അങ്ങനെ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി യഥാർത്ഥമായ ജിഹാദ് ചെയ്യുന്ന മുത്തഖീങ്ങളിൽ മുഹ്സിനീങ്ങളിൽ നമ്മെ അള്ളാഹു സുബ്ഹാനഹു വ തആല ചേർക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഇടുങ്ങിയ സമയത്ത് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയ്യി മുഹമ്മദിൻ വആലിഹി വസഹബിഹി വസല്ലം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.